നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് കിടക്കാം. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ ഒരു വ്യൂവർ പറഞ്ഞതായിരുന്നു. ആൻഡ് ഇതിവിടെ കറക്റ്റ് ടൈമായി തോന്നി എനിക്ക്. സോ അതുകൊണ്ട് ഞാൻ വെച്ചു എടുത്തേക്കാമെന്ന്. ഇനി വരുന്ന 6 മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് 6 months നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഫ്യൂച്ചർ. ഓക്കെ, അതായത് ഈ വരുന്ന ഞാൻ ഒന്നിച്ച് ജസ്റ്റ് 6 മാസം കഴിഞ്ഞാൽ എന്ന രീതിക്കല്ല, ഈ വരാൻ പോകുന്ന മാസങ്ങൾ, അതായത് ഒരു 6 കാർഡ് മേജർ ആർക്കാനിന്ന് ആദ്യം എടുക്കുക. ഇത് നമ്മുടെ മേജർ ഈവൻറ്റ്സ് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണും. അപ്പോൾ 6 മാസത്തേക്ക് ഓരോ കാർഡ് പ്ലസ് അതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻ, ആൻഡ് ലാസ്റ്റ് നമുക്ക് ഗൈഡൻസ് കൂടി നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, റിലേഷൻഷിപ്സിനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻ, അതെന്ത് റിലേഷനും ആവാം, ഹസ്ബൻഡ് വൈഫ് ആവാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആവാം, നിങ്ങൾ ജസ്റ്റ് റിലേഷൻഷിപ്പ് ആവാം, ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, റൊമാൻറ്റിക് ജസ്റ്റ് ക്രഷ് ആവാം, നിങ്ങളുടെ മനസ്സിലെ ഫീലിങ്സ് ആവാം, അങ്ങനെയാവാം. അപ്പം എന്ത് തന്നെ ബന്ധമായാലും നമുക്ക് റിലേഷനെ കുറിച്ചാണ് നോക്കുന്നത്. നെക്സ്റ്റ് 6 months നമുക്കൊരു അപ്ഡേറ്റ് ആയിട്ട് നോക്കാം. 6 മാസം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്ന വേണമെങ്കിൽ ഞാൻ പിന്നെ നോക്കാം. പക്ഷെ 6 മാസം എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ഇതിപ്പോൾ എന്താ, ജൂൺ അല്ലേ, ജൂലൈ. ഓക്കെ, ജൂലൈ മന്തിന് എംപറർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? ചിലപ്പോൾ നിങ്ങൾക്ക് കാർഡ്സ് ഇത് ക്ലിയർ ആയി കാണുന്നു എന്ന് വരില്ല, കാരണം സ്ഥലം ഞാൻ സ്ക്രഞ്ച് ചെയ്യും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, കുറച്ചങ്ങോട്ട് കേട്ടിട്ടുണ്ട്. ഡിസംബറും കൂടി ഒന്ന് എടുക്കാം. ഓക്കെ, വെരി നൈസ്. ബോട്ടമിൽ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് 6 മാസത്തേക്ക് നമുക്ക് ഒന്നിച്ചൊരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ സ്റ്റാർ കാർഡാണ്, ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രതീക്ഷ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത് ഈ കാർഡിൽ. ഒരു 6 മാസത്തിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു എന്തെങ്കിലും ആഗ്രഹം നടക്കുന്നു എന്ന രീതിയിലും പറയാം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം. ഓക്കെ, ഓക്കെ, ഞാൻ ക്ലാരിഫിക്കേഷൻ കൂടി എടുത്തിട്ട് ഒന്നിച്ച് പറയാം. ഓക്കെ, ജൂലൈയിലേക്ക് എംപററിന് ക്ലാരിഫിക്കേഷൻ. വാവ്. കിങ് ഓഫ് പെന്റക്കിൾസ്, 7 of wands. ഓഗസ്റ്റിലേക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. എന്തായാലും മിഡ് ജൂൺ ആയല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റ് ടൈമാണ് നമുക്ക് നെക്സ്റ്റ് ജാനുവരി വരെ ഉള്ളത് എന്ന രീതിയിൽ. ഡിസംബറിലേക്ക് വാവ്, അസം. ഓക്കെ, ഗ്രേറ്റ്. ഈ കാർഡ് എനിക്ക് ഇവിടെ വയ്ക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ വയ്ക്കുന്നു. ഓവറോൾ ഓക്കെ, ഓവറോൾ എനർജിക്ക് ഇവിടെ ഇരിക്കട്ടെ. പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ജൂലൈ മന്തിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന മാസം, ഈ ജൂൺ കഴിഞ്ഞാൽ എംപറർ ആണ് കാണുന്നത്. സോ എംപറർ, കിങ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് 7 of wands ആണ് ക്ലാരിഫൈ ചെയ്യുന്നത്. എംപറർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മേജർ ആർക്കാനെയാണ്. മേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും മേജർ ഈവൻറ്റ് എന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഒരു മേജർ തോട്ട്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയും നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അവരൊരു ഈഗോയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ജൂലൈ എന്ന് പറയുമ്പോൾ ഈഗോ എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവർ ശ്രദ്ധിക്കുന്നു എന്ന് പറയാം. കാരണം കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ച്വലി ഇതൊരു മാരേജിൻ്റെ കാര്യം കൂടിയാണ് പറയുന്നത്. എനിക്ക് ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇതൊരു കമ്മിറ്റ്മെൻ്റ് കാര്യമാണ് പറയാം. എനിക്ക് കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓൾറെഡി നിങ്ങളിത് മാരീഡ് പേഴ്സൺ ആയിരിക്കാം, അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നു എന്നെടുക്കാം. കാരണം എംപററും കിങ് ഓഫ് പെന്റിക്കിൾസും രണ്ടും നമ്മൾ മാരേജ് ആ രീതിക്കാണ് പറയുക, കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കാണ് പറയുക. സോ മേ ബി
നിങ്ങളുടെ ഒരു മാരേജിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഉള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, 7 of Wands ആണ്. ഈഗോ കൊണ്ട് ലേശം ഇവിടെ പ്രോബ്ലം വരും. ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒരു പോരാ ഇൻഫർമേഷൻ എനിക്കിവിടെ. സോ ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മൂൺ കാർഡ് ഉണ്ട്, ഇമോഷണൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണൽ എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈഗോ കൊണ്ടായിരിക്കാം. ഓക്കെ, പരസ്പരം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയാം, ഈഗോ കാരണം. ഓക്കെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയാം. ഐ തിങ്ക് രണ്ടുപേരും, നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും, രണ്ടുപേരും ഈ ജൂലൈ മന്തിൽ ഒന്ന് പരസ്പരം വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടുപേരും ഒരു ഈഗോയിൽ നിൽക്കുമായിരിക്കാം. നിങ്ങളും ആക്ച്വലി കരിയർ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, നിങ്ങളും കരിയറിലേക്ക് കോൺസെൻട്രേഷൻ ആയിരിക്കാം, നിങ്ങളും കരിയർ പേഴ്സൺ ആയിരിക്കും. അവരും ഐ തിങ്ക് രണ്ടുപേരും ഒരു ഈഗോ ക്ലാഷ് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഓഗസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ടവർ കാർഡാണ് ആൻഡ് ഡെവിൾ ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് ആണ്. എനിക്കിപ്പോൾ ഇത് ഒരു തരത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു മൂർധന്യത്തിൽ എത്താനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ നിങ്ങൾ ഓഗസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരു ടവർ മൊമെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ വലിയ ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയായിരിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരസ്പരം എന്തെങ്കിലും പറയാനോ പറഞ്ഞ് തെറ്റാനൊക്കെ ഉള്ള സാധ്യതയാണ്. ബ്രേക്കപ്പിനുള്ള സാധ്യതയാണ്. എന്തെങ്കിലും മാറ്റം വരുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഡെവിൾ ഉണ്ട് ഇവിടെ ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട്. നൈറ്റ് ഓഫ് വോൺസിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. അഗെയിൻ ഇവിടെ എനിക്ക് കാണുന്നത് സൈലന്റ് മോഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ മേജർ വരാനുള്ള ഒരു സാധ്യതയാണ് ഓഗസ്റ്റിലേക്ക്. ഓക്കെ, ഡെവിൾ എന്ന് പറയുമ്പോൾ എനിക്കിവിടെ എവിടെയോ ഒരു കൺട്രോളിങ് സ്വഭാവം പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ എവിടെയോ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരാളെ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ഐ തിങ്ക് ഒരാൾ ഹാപ്പി ആയിട്ട് നടക്കുകയും ചെയ്യും. വേറൊരാൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടാവാം, പേടികളിലേക്ക് പോകുന്നുണ്ടാവാം. അത് ഈ ഒരു റീസൺ കൊണ്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനും ചിലപ്പോൾ വരുന്നുണ്ടാവും. ഓക്കെ, കാര്യങ്ങളുണ്ട് പറഞ്ഞ് സോൾവ് ചെയ്യാൻ അല്ലേ, പക്ഷെ അത് സോൾവ് ചെയ്യാൻ നിൽക്കാതെ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ചെയ്യാതെ ഇരിക്കുമ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ഐ തിങ്ക് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ചാൽ ഐ തിങ്ക് ഇവിടെ പ്രശ്നം വരാനുള്ള സാധ്യതയാണ്. ഇവിടെ ഒരാൾ വളരെയധികം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നു, ഒരാൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഇവിടെ സെപ്പറേഷൻ പീരീഡ് പോലെ വരാനുള്ള സാധ്യതയാണ്. ഫുൾ കാർഡ് ഉണ്ട്. ഓക്കെ, സെപ്റ്റംബറിലേക്ക് ഇവിടെ കാണുന്ന ഫുൾ കാർഡാണ് ആൻഡ് 3 of Wands ആണ്, 6 of Wands ആണ്. ഓക്കെ, ഒരു മാറ്റം ഐ തിങ്ക് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ ആകുമ്പോഴേക്കും ചെറിയൊരു മാറ്റമുണ്ട്. മേ ബി നിങ്ങളാണോ മൂവ് ഓൺ ചെയ്യുന്നത്, മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്നായിരിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ, ആക്ച്വലി ഈ ഹാപ്പി ആയിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, മൂവ് ഓൺ ചെയ്യും എന്ന് പറയാം. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് ആണ്, പുതിയ തുടക്കം എന്ന രീതിക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മേ ബി ഒരിക്കൽ കൂടെ വീണ്ടും ഇതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമവുമായിരിക്കാം. രണ്ട് തരത്തിലും പറയാം. പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതെവിടെയോ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നത് എന്താ അറിയോ, നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം നോക്കി പോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫ് ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, മേ ബി ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ പക്ഷെ അതിന് ഐ തിങ്ക് ഒട്ടും താണു തരുന്നുണ്ടാവില്ല, അവരൊട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഐ തിങ്ക് നിങ്ങളിവിടെ സ്വയം മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെയും കാണുന്നത് ഫുൾ ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഒരു മൂവിങ് ഓൺ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നിങ്ങൾ പ്ലാനിങ്, ഐ തിങ്ക് നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പി ആവാം എന്നൊരു പ്ലാനിങ് ആയിരിക്കും നിങ്ങൾ.
ഇത് കാണുമ്പോൾ അങ്ങനെയാണ്, ഇത് ഒരു നമ്മുടെ സ്വന്തം ഒരു ഇഷ്ടത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഗെയിൻ ഇവിടെയും കാണുമ്പോൾ ഇത് എവിടെയോ നിങ്ങളുടെ സക്സസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില സക്സസ് വരുന്ന, ലേഡി ആയിട്ട് എടുക്കണ്ടാവും, ജെൻസ് ആയാലും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില സക്സസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് എന്ന്. കിങ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ, ടവർ കാർഡ് ഇവിടെ വീണ്ടും ഉണ്ട്, ബോട്ടം 9 of swords. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് മേ ബി ഇപ്പോൾ ഒരു തീരുമാനം നിങ്ങളിവിടെ എടുക്കുന്നുണ്ടാവാം ബൈ ജൂലൈ, ദാറ്റ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണെന്ന്. നിങ്ങൾക്കൊരു വല്ല നല്ല ജോലിയൊക്കെ കിട്ടി ചിലപ്പോൾ അതിലേക്ക് കയറാനുള്ള സാധ്യതയായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തകർച്ച. എനിക്ക് അവരുടെ ഭാഗത്തു നിന്നല്ലത്, എനിക്കെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ ഓക്കെ, നിങ്ങൾക്കൊരു സക്സസും കാര്യങ്ങളും കിട്ടുമ്പോൾ, ഇപ്പോൾ ഇതെന്തായിരുന്നു സെപ്റ്റംബർ അല്ലേ, ഈ സെപ്റ്റംബർ മന്തിൽ ഐ തിങ്ക് നിങ്ങൾക്ക് സക്സസ് എന്തൊക്കെ കിട്ടുന്ന കാണുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യും നിങ്ങളെ എത്രത്തോളം അവർ ശരിക്കും സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം റിയലൈസേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ലേഡീസ് ആവണമെന്നില്ല, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തിരിക്കാം. ഇത് ജെൻസ്, ഇത് ലേഡി ആയിട്ട് എടുക്കാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അവർ നിങ്ങളെ നഷ്ടം, ആ ഒരു വിഷമം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫ്രീഡം നോക്കി നിങ്ങൾ പോകുമ്പോൾ ഐ തിങ്ക് അവരപ്പോഴാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് അപ്പോഴാണ് നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ശരിക്കും മനസ്സിലാവുന്നത്, എത്രത്തോളം നിങ്ങളെ സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് അവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. നിങ്ങളുടെ സ്നേഹം അവർ മിസ് ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം. ആ നഷ്ടപ്പെടുന്നത് അവർ മനസ്സിലാക്കും. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. യെസ്, സമയത്തിൻ്റെ ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. സമയം തിരിഞ്ഞു വരികയാണ്. ഐ തിങ്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇവിടെ സമയത്തിൻ്റെ ഒരു മാറ്റം, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ സമയം ഒന്ന് മാറി വരുന്ന കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. 8 of wands, 10 of wands. അവരൊരുപാട് ബേർഡൻ ഇപ്പോൾ ഇതിപ്പോൾ ഏതായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ, ഒക്ടോബർ 10 ആക്ച്വലി 10 ആണ് നമ്പർ. എവിടെ 10 of wands ഉണ്ട്. സോ ഇതും വീൽ ഓഫ് ഫോർച്യൂണും 10 ആണ് നമ്പർ. സോ 10 നമ്പർ വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ആ 10 എന്നുള്ള ഒരു സമയത്ത് എൻഡിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ 10 എന്ന് പറയുമ്പോൾ എൻഡിങ് ആണ്. ഓക്കെ, ഒരു ഫേസ് എൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ എൻഡിങ് കഴിഞ്ഞ് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾ അവരെ എത്രത്തോളം കെയർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്ന പോലെയാണ്. ആൻഡ് 10 ഒരു ഒക്ടോബർ ആകുമ്പോൾ അവർ നിങ്ങളുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സൈലൻസ് ഒക്കെ ആയിരുന്നു, ഇവിടെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആ രീതിക്കായിരുന്നു. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ ഇപ്പോഴാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. എനിക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് വരാനുള്ള സാധ്യതയാണ്. കാരണം അവർ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു സമയം തിരിച്ച് മാറ്റാനുള്ള ഒരു ശ്രമമാണ്. കാരണം അത് പറയാൻ റീസൺ വേറൊന്നുമല്ല, ഇവിടെ ഡെത്ത് കാർഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അഗെയിൻ മേജർ ചേഞ്ചിൻ്റെ കാര്യമാണ്, ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് നമ്മൾ പറയാം. വീൽ ഓഫ് ഫോർച്യൂൺ സമയത്തിൻ്റെ കാര്യം നമ്മൾ പറയും, ലക്കിൻ്റെ കാര്യം പറയും, വിധി, ഫെയ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അതായത് അവരനുഭവിക്കും ആ ഒരു വിഷമം, അവർ ശരിക്കും അനുഭവിക്കും. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ വിഷമം അനുഭവിക്കും. അവർ സമയത്തിനൊന്ന് മാറ്റി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്ന കാണുന്നുണ്ട് ബൈ ഒക്ടോബർ അല്ലേ. നവംബറിലേക്ക് നമുക്ക് കാണുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയാം. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ, അവരിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ 6 of swords, 3 of എംപ്രസ് ആണിത്, എംപ്രസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്തപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ ആ വില മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾ വിട്ടുപോയി മുന്നോട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അവരിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവർക്ക് എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു എംപ്രസിൻ്റെ പവറിലായിരിക്കും നിൽക്കുന്നത്, എംപ്രസ് അല്ലെങ്കിൽ എംപ്രർ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാം. നിങ്ങൾ അങ്ങനെ ഒരു പവറിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഒന്നും കൂടി ഓവറോൾ പറയാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്തപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെ തിരിച്ച് അവരെ ലൈഫിലേക്ക് വേണം, പാർട്ട്ണറായിട്ട് വേണം. എംപ്രസ് എന്ന് പറയുമ്പോൾ വൈഫ് എന്ന രീതിയിൽ, വൈഫ് ഹസ്ബൻഡ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങളായിട്ട് വേണം എന്ന രീതിക്കാണ് ഞാനത് പറയാൻ റീസൺ വേറൊന്നുമല്ല. ലാസ്റ്റ് കാർഡ് ഇവിടെ നമ്മുടെ വന്നിട്ടുള്ള ബൈ ഡിസംബർ നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ എനിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി ഹാപ്പി ഫാമിലി എന്ന് കാണുന്നുണ്ട്. റിയൂണിയൻ ആണ്, ലവേഴ്സ് കാർഡാണ്. അപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്ന രീതി, നിങ്ങളെ അവർക്ക് വീണ്ടും വേണം, അവരുടെ കൂടെ വേണം. ഓക്കെ, അവരത് മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അവർ നിങ്ങളെ കൂടെ, അവർ ഇടയിൽ എവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ വാല്യൂ.
ഓക്കെ, അവർക്ക് നിങ്ങളുടെ സ്നേഹം അവർ മിസ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് നിങ്ങളുമായിട്ട് തിരിച്ചൊരു റീയൂണിയൻ ബൈ ഡിസംബർ ഐ തിങ്ക് അവർ ശ്രമിക്കും. നിങ്ങൾ മേ ബി കുറച്ചൊന്ന് അകൽച്ച വെച്ചൊക്കെ നിൽക്കുമായിരിക്കും, ബട്ട് ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിലൊരു പീസ്ഫുൾ സിറ്റുവേഷൻ വരാനുള്ള സാധ്യമാണ് ബൈ നവംബർ. ഓക്കെ, കാരണം അവർ ട്രാൻസ്ഫോർമേഷൻ, എനിക്ക് ഐ തിങ്ക് അവരുടെ മനസ്സിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. ഫാമിലി ആയിട്ട് മേ ബി അവരുടെ ഫാമിലിയോട് നിങ്ങളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ ചേർത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ മാരേജ് ആണല്ലോ. എനിക്ക് ആ രീതിക്ക് അവർക്ക് വേണമെന്നുണ്ട്. കാരണം അവർ സെപ്പറേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ, പക്ഷേ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് നോക്കൂ 2 of Cups ആണ്. ആൻഡ് ഇവിടെയും ഇതും 2 of Cupsൻ്റെ എനർജി തന്നെയാണ്. ലവേഴ്സ്, 2 of Cups, രണ്ടും സോൾമേറ്റ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ എന്ന രീതിക്കൊക്കെ പറയാം. സോ ആ വിഷമം അവർ അനുഭവിച്ചു. ഓക്കെ, അവർ നിങ്ങളൊന്ന് വിട്ട് മാറി നിന്നപ്പോൾ ഐ തിങ്ക് അവർ ആ വിഷമം അനുഭവിച്ചു. ഇപ്പം അവർ നിങ്ങളെ വീണ്ടും നിങ്ങളുമായിട്ട് ആ സോൾമേറ്റ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫാമിലി ആയിട്ട് അവർക്ക് വേണമെന്ന് അവർ ചേർക്കാനും മാരേജ് വരെ പോസിബിലിറ്റി ആണ്. മാരേജ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു ഫ്യൂച്ചർ അവർ തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആൾക്കാരാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ ചെറിയൊരു സെപ്പറേഷനിൽ ടൈം കൂടി കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ചുരുക്കി പറയാണ്, ആദ്യം ഇപ്പോൾ വരുന്ന 2-3 മാസത്തിൽ മേ ബി നിങ്ങളൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ്, അത് വേറെ ജസ്റ്റ് റിലേഷൻഷിപ്സ് ആണെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പിൽ പോകും, അല്ലെങ്കിൽ ഫാമിലി ഓൾറെഡി ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ചെറിയ സെപ്പറേഷൻ വരുന്നുണ്ട്. മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമായിരിക്കും, നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ 2-3 മാസം കഴിയുമ്പോൾ, ഒരു ഗ്യാപ്പ് കഴിയുമ്പോൾ, നിങ്ങളങ്ങനെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാക്കി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്. ആൻഡ് ഇവിടെ അവർക്കൊരു മാറ്റം, അവരിലൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാൻ അതൊന്ന് എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഡെത്തിൻ്റെ മിസ്സിങ് എനർജി അവർ നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്തിട്ട് 6 ഒക്കെയാണ്. 6 എന്ന് പറയുമ്പോൾ വീനസ് ആണ്, ലവിൻ്റെ ആണ്. ഓക്കെ, സോ ഫീലിങ്സ് അവർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ആവും. നിങ്ങളൊന്ന് വിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ആ ഫീലിങ്സ് വീണ്ടും വരും. ഒരു നവംബറൊക്കെ ആകുമ്പോഴേക്കും ഐ തിങ്ക് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ തമ്മിൽ വീണ്ടും ശരിയാക്കാൻ, ബെറ്ററാക്കാൻ, ഒരു പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ അവർ കോംപ്രമൈസിന് ശ്രമിക്കും എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ബൈ അറ്റ്ലീസ്റ്റ് ഡിസംബർ എനിക്ക് നല്ലൊരു റിയൂണിയൻ്റെ ഒരു ഇതാണ് കാണുന്നത്. സെപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഈവൻ അല്ലാത്തവർക്കും സെപ്പറേഷൻ അല്ല, ജസ്റ്റ് ഒരു അകൽച്ചയാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും, എന്ത് റിലേഷൻ ആയാലും ശരി, നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ഡീപ്പ് കണക്ഷൻ ആണ്. കുറേ പേർക്കെങ്കിലും ഇവിടെ കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ ആണ്. ബൈ ഡിസംബർ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നൊന്നും കൂടെ എടുത്തേക്കാം. ജസ്റ്റിസ്, നിങ്ങൾക്ക് കിട്ടുന്ന ജസ്റ്റിസ് ആണത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ജസ്റ്റിസ് ആണത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അന്യായമായ നടന്നിട്ടുണ്ടെങ്കിൽ, അവർ ഈഗോ കാണിച്ചൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വാല്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ പക്ഷെ മൂവ് ഓൺ, ഐ തിങ്ക് ആ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു മൂവ്, നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു മെയിൻ കാര്യം നടക്കാനുണ്ട്. നിങ്ങൾ കുറച്ച് മൂവ് ഓൺ ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്ത് കാണിക്കും. അത് ഏത് റിലേഷൻ ആയാലും കേട്ടോ, ഹസ്ബൻഡ് വൈഫ് അല്ല, ജസ്റ്റ് റിലേഷൻഷിപ്സ് എന്ത് തന്നെ ആയാലും. ഓക്കെ, നിങ്ങൾ പേഴ്സൻ്റെ ഈഗോ സഹിക്കാൻ നിൽക്കാതെ നിങ്ങൾ മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലൊരു മാറ്റം വരും. ആക്ച്വലി ഇത് നോക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ട കാര്യം കൂടി ഇല്ല സത്യം പറഞ്ഞാൽ. എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം, യുവിൻ്റെ കാര്യം പറയാം, എന്തും പറയാം. ഓക്കെ, ഇവിടെ ഒരു തകർച്ച കാണുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് കാണുന്നുണ്ട് ബൈ ഓഗസ്റ്റ്. ഓക്കെ, സെപ്റ്റംബറിലേക്ക് പക്ഷെ വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് കാണുന്നത്. ഒരു മാസം, ഐ തിങ്ക് 2 മാസം മാക്സിമം നിങ്ങളൊന്ന് വിട്ട് നിൽക്കുമ്പോഴേക്കും അവർക്ക് നിങ്ങളേതായിട്ട് വീണ്ടും ഒരു എന്താ പറയുക, വീണ്ടും വിധിയായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കും. അങ്ങനെയും പറയാം, ഫെയ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കും. അവർക്ക് ചില മാറ്റങ്ങൾ വരും എന്ന് പറയാം, നിങ്ങളുടെ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരും എന്ന് പറയാം. ആൻഡ് നിങ്ങൾ തമ്മിൽ റിയൂണിയൻ വീണ്ടും ബൈ ഡിസംബർ അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുകൊണ്ട് അതേതാണ് നമുക്ക് കാർഡ്സിലും ക്ലാരിഫിക്കേഷനിലും വന്നത്. ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് ആണ്. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്, അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ചില സിറ്റുവേഷൻസ് അവിടെ വരണം, അങ്ങനെ ആ ചില സെപ്പറേഷൻ അവിടെ വരണം. അപ്പം അതിൽ നിന്ന് ചില ലെസൺസ് പഠിക്കാനുണ്ട്. നിങ്ങളായാലും അവരായാലും രണ്ടുപേരും പഠിക്കാനുണ്ട്, അവർ മാത്രമല്ല നിങ്ങളും ചിലത് പഠിക്കാനുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് സ്റ്റാൻഡ് എടുക്കാനായിരിക്കാം, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാനായിരിക്കാം, സെൽഫ് ലവ് ചെയ്യാനായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്നിട്ടും പക്ഷെ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം പോവില്ല. കാരണം അത് സോൾമേറ്റ് കണക്ഷൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയാലും ഫുള്ളായി എന്ന് പറയാനും പറ്റില്ല അല്ലേ. സോ എന്തായാലും എന്തൊക്കെയോ പഠിക്കാനുണ്ട് ലെസൺസ്. ആ ഒരു ഗ്യാപ്പ് അപ്പോൾ വരാനുള്ള സാധ്യതയാണ്, പക്ഷേ ഒരു ചെറിയ ബ്രേക്കപ്പിൻ്റെ സാധ്യതയാണ്. അത് കഴിഞ്ഞാൽ റിയൂണിയനും കാണുന്നുണ്ട്. നമുക്ക് ഓവറോൾ ത്രോട്ട് ചക്ര പറയാനുണ്ട് ഇവിടെ.
ഫേം ഫൗണ്ടേഷൻ, ഗുഡ്. ട്രൂത്ത്, ഗുഡ്. ടെംപ്ടേഷൻ, ഡെവിൾ കാർഡ്. യൂണിവേഴ്സ്, യെസ്, യൂണിവേഴ്സ് തീരുമാനിക്കില്ല. റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ്, 4 ഓഫ് സോറി, ഞാൻ കാർഡ് എടുത്ത് പിടിച്ചു. ഡിസ്ട്രപ്ഷൻ. ഓക്കെ, ചില ബ്രേക്കപ്സ് വരാനുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ചില ബ്രേക്കപ്പ് വരും എന്നുള്ള കാര്യവും ഐ തിങ്ക് പലർക്കും ഇവിടെ ഒന്ന് മാറിപ്പോവെങ്കിലും നിങ്ങളൊന്ന് മാറി നിൽക്കുകയെങ്കിലും ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, കമ്മിറ്റ്മെന്റ് തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അവിടുന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് ഒരു കണക്കിന്. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങൾ വെറുതെ എന്താ പറയുക, അവനവനെ മാത്രം വേദനിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ത്രോട്ട് ചക്ര നിങ്ങളുടെ ആക്റ്റീവ് ആക്കാനുണ്ട്. നിങ്ങൾക്ക് ത്രോട്ട് ചക്ര എക്സസൈസസ് ചെയ്യാം. നിങ്ങൾ തുറന്ന് പറയാനുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ അവിടെ ഒന്ന് പറയേണ്ടതുണ്ട്. ദാറ്റ് ഇത് ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ വോയിസ് ഒന്ന് പുറത്തു വരാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ നീ പറഞ്ഞ ഈ പേഴ്സൺ വിട്ടിട്ട് പോവോ എന്നുള്ള പേടി. ആ പേടി മാറണം നിങ്ങളുടെ. ആ പേടി മാറിയിട്ട്, കാരണം ന്യായമായ കാര്യങ്ങൾ പറയാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ത്രോട്ട് ചക്ര നിങ്ങളുടെ ആക്റ്റീവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആക്കണം, മാറ്റണം. 5 പറയുമ്പോൾ ചേഞ്ച് ആണ്, മാറ്റണം. നിങ്ങൾ മാറ്റിയേ പറ്റൂ ഈ കാര്യം. ഓക്കെ, ആൻഡ് ഇവിടെ ഫേം ഫൗണ്ടേഷൻ. ചിലത് തകർന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും അതിനെ റീബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ തകർച്ചകളെ ഒരിക്കലും നിങ്ങൾ പേടിക്കരുത്. കാരണം ആ തകർച്ച ഉണ്ടെങ്കിലേ, ആ തകർച്ച ചില സമയത്ത് ആവശ്യമാണ്. കാരണം നമ്മളത് ബിൽഡ് ചെയ്തത് നല്ല റൈറ്റ് വേയിലല്ല ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തകരുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടുകയാണ്. അതിനെ വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ഓക്കെ, ആൻഡ് ട്രൂത്ത്. ചില കാര്യങ്ങൾ, സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ചിലത് നിങ്ങൾ പറയാനുണ്ട് എന്നൊക്കെയാണ്. ഓക്കെ, 15 ടെംപ്ടേഷൻ, ഡെവിൾ കാർഡാണിത്. ചില ടെംപ്ടേഷൻസ് വരും എന്ന രീതിക്ക് പറയാം. ഓക്കെ, മേ ബി വല്ല തേർഡ് പാർട്ടി ഇഷ്യൂസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. ദേഷ്യം, പൊസസീവ്നെസ് എല്ലാം ഉണ്ട്. എല്ലാം ടെംപ്ടേഷനിൽ പെടും. ഓക്കെ, ദേഷ്യങ്ങൾ ഉണ്ടാവാം, ചിലവർക്ക് അഡിക്ഷൻസ് ഉണ്ടാവാം, നിങ്ങളുടെ പേഴ്സണൽ വല്ല അഡിക്ഷൻസ് ഉണ്ടാവാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുകൂടിയാണ്. ആൻഡ് ഇവിടെ റെസ്റ്റ് ആൻഡ് റിജുവനേറ്റ് ഉണ്ട്. നിങ്ങളോട് പറയുന്നത് കുറച്ച് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ അങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് റിജുവനേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അവനവനെ വീണ്ടും ഒന്ന് ഉണർത്തിക്കൊണ്ടുവരിക. ഓക്കെ, കുറച്ച് അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു. ഓക്കെ, യൂണിവേഴ്സ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇത് വിധി, നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് ഞാൻ പറഞ്ഞ പോലെ ഫെയ്റ്റ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കും എന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷെ അതിന് ചില കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് വീണ്ടും, നിങ്ങൾക്കും കുറച്ച് മാറാനുണ്ട്, നിങ്ങളുടെ പേഴ്സണിനും കുറച്ച് മാറാനുണ്ട്. ഓക്കെ, അപ്പോൾ ചില ബ്രേക്കപ്സ് അവിടെ വരുന്നുണ്ടെങ്കിൽ, ചില തകർച്ചകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ ഐ തിങ്ക് ഒരു 5-6 മാസം ഐ തിങ്ക് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ അങ്ങനെയൊക്കെ വരാനുള്ളത്. അത് പക്ഷേ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുക. ആ ടൈം നിങ്ങൾ നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, അവർ തിരിച്ചറിയട്ടെ എന്താണ് അവർ നഷ്ടപ്പെട്ടതെന്ന് അവരൊന്ന് തിരിച്ചറിയട്ടെ. ഓക്കെ, നമ്പേഴ്സ് 5, 4, 20, 15, 21, 4, 16, 7, 3, 6, 2 നമ്പേഴ്സ്. ഓക്കെ, ഈ നമ്പേഴ്സ് ചിലപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിലെല്ലാം ശരിയാവും എന്ന് പറയാം. ഈ ഡേറ്റ്സ് നിങ്ങൾക്ക് മാച്ച് ആവാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ കുറേ നിങ്ങൾ ബോൾഡ് ആവേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളുടെ വേദനിപ്പിച്ച് ഇങ്ങനെ വേദന സഹിച്ച് നിൽക്കുമ്പോൾ അത് ശരിയല്ല. ഓക്കെ, നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു. നന്ദി, നമസ്കാരം.